ആ കമാലെ. റഫീഖെ, നാളെ തരാമെന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി. എന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടടാ, ഒന്നും മറന്നിട്ടില്ല. എൻ്റെ ഒരു അത്യാവശ്യത്തിന് നീ സഹായിച്ചതല്ലേ, തരാം. ഒരു ലോണിന് എഴുതി കൊടുത്തിട്ടുണ്ട് കമാലെ. ഒരാഴ്ച പിടിക്കും. അത് കിട്ടിയപാട് കയ്യോടെ നിന്റെ പൈസ അങ്ങ് തരും. ശരി ശരി, ഒരാഴ്ചക്കകം എന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ റഫീഖെ ഞാൻ വീട്ടിൽ വന്ന് കയറി നാളെ കെടുത്തുവേ. പറഞ്ഞേക്കാം. റഫീഖ, ഇങ്ങനെ ഇരിക്കുന്നേ? ഷോപ്പ് പോണ്ടേ? പോണു. റെഡിയായി. ആരാ വിളിച്ചേ? അത് കമാല് വിളിച്ചേ. ഓ, നാളെ ഗ്യാസ് വരുവേ, പൈസ ഉണ്ടാവുക? നാളെയല്ലേ, ഗ്യാസ് ഇല്ലാതെ പറ്റൂലല്ലോ. നാളത്തേക്ക് ശരിയാക്കാം. നിങ്ങൾക്കൊരു വിഷമം പോലെ. ഒന്നുമില്ല, കുളിക്കണം. നീ അപ്പോഴേക്കും നാസ്ത എടുത്തു നോക്ക്. ടൂർ പോകുന്നുണ്ട്, ഞാനും പോട്ടെ. ടൂർ പോകുന്ന കുട്ടികളെല്ലാം നാളെ തന്നെ പേരെടുക്കണമെന്ന് പറഞ്ഞു. ഞാനൊന്നും അറിയില്ലേ, നീ ഉപ്പാനോട് ചോദിച്ചോ? ഉപ്പാനോടൊന്ന് ചോദിച്ചിട്ട് ശരിയാക്കി തരാമോ? എന്താ രണ്ടാളും ഒരു കുശുകുശുപ്പ്? അല്ല, ഇർഫാൻ പറയാ അവന്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടോ, എനിക്ക് പോണം. അടുത്ത പ്രാവശ്യം പോയാ പറയാ മോനെ. ഇപ്രാവശ്യം പോയാൽ കാലാവസ്ഥ വളരെ മോശമല്ലേ. പനിയങ്ങാറ്റം പിടിച്ചാലോ മോനിക്ക്, പിന്നെ ആസ്പത്രിയിൽ പോകാനേ സമയം കിട്ടും. ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം എനിക്ക് വിഷമയിനാ. അതിനെങ്കിൽ പ്രാവശ്യം തന്നെ പോയിട്ട് പേര് കൊടുത്തോ. എത്ര മോനെ ഫീസ്? 6000 രൂപ. എക്സ്ട്രാ പോക്കറ്റ് ആണ് കൊണ്ടുവരുന്നുണ്ട്. അനക്ക് ടൂർ പോകുമ്പോ എന്തെല്ലോ സാധനം മേടിക്കാണ്ട്. ഞാനും പോട്ടെ. ഓന്റെ ഒരു ആഗ്രഹല്ലേ റഫീഖ, നടക്കട്ടെ. നടക്കണം. എങ്ങനെ നടത്തും? 6000 രൂപ. പഠിച്ചോനെ, ഇത്രയും പൈസ വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ പോണ്ടെന്ന് പറയായിരുന്നു, ഇപ്പൊ സമ്മതിച്ചു പോയല്ലോ. നിങ്ങൾ റഫീഖ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നാലും റഫീഖക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എപ്പം നോക്കിയാലും ഒരു ആലോചന, ഒരു സന്തോഷമില്ലായ്മ. എന്ത് പറ്റിയതാണോ എന്ത്? ₹2,00,000 ലോൺ എടുത്തിട്ട് തിരിച്ചടക്കായിട്ട് വന്ന നോട്ടീസാ. ഈ കാര്യമൊന്നും റഫീഖ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോൾ ലോൺ എടുത്തിന്. ഓ, അപ്പോൾ റഫീഖാൻ്റെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ആലോചന ഇതിനെ പറ്റിയായിരിക്കും അല്ലേ? ഹലോ, ആരാ? ഹലോ, റഫീഖ് അല്ലേ? അല്ല, ഇത് റഫീഖിൻ്റെ ഭാര്യയാണ്. എൻ്റെ പേര് ശിവ. ഞാൻ പലതവണ അയാളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, അയാൾ ഫോൺ എടുക്കുന്നില്ല. എവിടെ അയാള്? റഫീഖാൻ്റെ ഫോണല്ല ഇത്. നിങ്ങൾക്ക് എങ്ങനെ ഈ നമ്പർ കിട്ടിയേ? റഫീഖ് എന്നെ എപ്പോഴും ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നമ്പർ എൻ്റെ കിട്ടുന്നത്. പിന്നെ വിളിച്ച കാര്യം പറയാം. റഫീഖ് എൻ്റെ കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് തരാം നാളെ തരാമെന്നും പറഞ്ഞ് അയാൾ എന്നെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പം വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. പിന്നെ അയാളുടെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചല്ലേ, അപ്പം അതെനിക്ക് പ്രശ്നമായിട്ടിരിക്കുക. പിന്നെ നിങ്ങൾ ഭാര്യയല്ലേ, ഒന്ന് പറഞ്ഞേക്ക്, എന്നെ വെറുതെ വീട്ടിലോട്ട് വരുത്തിക്കരുത്. രൂപ 1ഉം 2ഉം അല്ല, 50,000. ഞാൻ ടൂർ പോകാൻ പേരെടുത്തുമ്മ. കൊറേ കുട്ടികളെല്ലാം ഉണ്ട്. 20-ാം തീയതി പോകണ്ടേ എനിക്ക്. ഷൈന, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതെല്ലാം ഞാൻ അടുക്കളയിൽ എടുത്തു നോക്ക്. നാളെ ഗ്യാസ് വരൂല്ലേ? ഇത് ഗ്യാസിന് കൊടുത്തേ. ഇത് വാങ്ങ്. നീ എന്തെങ്കിലും നോക്കുന്നു? ഇത് ആരോട് വാങ്ങിട്ട് വരുന്നതാ? എന്താ നീ എങ്ങനെ ചോദിച്ചേ? ഒരു ശിവനിപ്പം വിളിച്ചിനി നിങ്ങളാ. ശിവ വിളിച്ചിനു? എന്നിട്ട് എന്താ പറഞ്ഞു? ഇത് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ, എന്നാ നോക്ക്. എത്ര കാലമായിട്ടുണ്ടാവും റഫീഖ നിങ്ങൾ ഈ കടയിൽ ഒറ്റയ്ക്ക് മനസ്സ് കൊണ്ടേ നടക്കാൻ തുടങ്ങിയിട്ട്? എന്തിട്ടാ നമ്മളോടൊന്ന് ഇത് പറയാൻ, എന്നോടും മോനെ ഇത് അറിയിക്കാണ്ട്? ഈ കുടുംബം നിങ്ങൾ ഇത്ര കാര്യം കടവും വെച്ചിട്ട് ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയേ. എന്നിട്ടും കടക്കാർ വന്ന് മുന്നിൽ നിൽക്കുന്ന സമയത്തോ നിങ്ങൾ മോനിക്ക് ടൂർ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതും നടത്തി കൊടുത്തില്ലേ റഫീഖ? നിങ്ങൾ എങ്ങനെ കടക്കാരായ?
എൻ്റെ ഉമ്മാക്ക് ആശുപത്രി ചെലവാക്കിയ പൈസയല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും വലിയ കടക്കാരനായ. എന്നിട്ട് നിങ്ങളെന്ന് എന്നോട് പറഞ്ഞേ അതല്ല എൻ്റെ കുടുംബക്കാർ തന്ന് സഹായിച്ചിന് ആ കടയെല്ലാം വീട്ടിൽ നിന്നല്ലേ. എല്ലാം ഒറ്റക്ക് സൈക്കിളേനു അല്ലേ റഫീഖ? ഉപ്പ പൈസ കൊടുക്കാനുള്ള ആള് ഉപ്പാനെ വിളിച്ചിട്ട് ചീത്ത പറയലുണ്ടാ? അതുകൊണ്ട് ഉപ്പ ഇപ്പൊ എന്നോടൊന്നും സംസാരിക്കാണ്ട് എന്തെല്ലോ ആലോചിക്കുന്നത്? വേണ്ട ഉപ്പ, ഉപ്പാനും ഉമ്മാനും ഒന്ന് വിഷമിച്ചിട്ട് എനിക്ക് ടൂറ് പോകണ്ട. നമുക്കായിട്ട് ഒരു സന്തോഷം വേണ്ട. എന്നാലും ഉപ്പാന്റെ കട ഇങ്ങനെ തീർക്ക. മോൻ അതൊന്നും ആലോചിക്കണ്ടടാ. മോൻ നന്നായിട്ട് പഠിക്കും. വേറെ ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ? ആ നീ എവിടെ പോയി? ഞാൻ വേസ്റ്റ് ആടാൻ നിങ്ങൾ നടന്നിട്ട് വരുന്ന കാർ എടുത്തോ, വർക്ക്ഷോപ്പ് കൊടുത്താ? ഇല്ലടാ, കാറ് ലോൺ കയറുകൊണ്ടേ. അല്ല, ആകെ ഈ വീട്ടിലുണ്ടായിരുന്നത് ഒരു കാറാ, അതും പോയി കിട്ടിയാ. പോട്ടെ, ആ കടയെങ്കിലും വീട്ടിൽ നിന്ന് കണക്കൂട്ടിയായി. മോനെടുത്തു? മോനെത്തിയിട്ടില്ല. സ്കൂൾ ബസ്സിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഓനോട് നടന്നിട്ട് ഓടുന്ന് പറഞ്ഞു. അത് നോക്കുമ്പോൾ ഇപ്പം ബസ് സ്റ്റാൻഡൊന്നും ആടുന്നിട്ട് നല്ല ചുറ്റി കളിച്ചിട്ട് എപ്പെങ്കിലും ആ വീട്ടിലെത്തല്. ചുറ്റി കളിക്കാനാ? ആ ബീന ഇപ്പം എന്നോട് വിളിച്ചിട്ടായിരുന്നു, ഓനുണ്ടാടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നെല്ലാം ചുറ്റി കളിക്കുന്നു. ഓനിങ്ങ് വരട്ടെ. ആ വന്നാ എടാ, നീ എടിയനോടെ എത്ര നേരം? എനിക്ക് ഉപ്പയമ്മ തീ തിന്നാന്നുള്ള ഒരു വിചാരം എനിക്കില്ലല്ലോ. മതിയണേ, ഇനി ഓനെ കലമ്പൊന്നും വേണ്ട. സ്കൂളും വിട്ടിട്ട് ആടെ ഇവിടെയും നടന്ന് കളിച്ചിട്ട് രാത്രി ആകുമ്പോൾ ഇങ്ങ് കയറി വരും. മോനെടുത്തോളൂ. മോനെ ഞാൻ നേരത്തെ അടിച്ചിട്ടില്ലേ, അന്നേരം പോയിട്ട് ഉറങ്ങുന്നയാ. വിശക്കും പണീച്ചിങ്ങ് വരട്ടെ. നിങ്ങൾ തിന്നോ? നീ പോയിട്ട് ഓനെ കൂട്ടിയിട്ട് വിളിച്ചിട്ട് പോപ്പാ. നിങ്ങൾ തുടങ്ങിക്കോ. ഇർഫാനെ, ഇർഫാനെ എണീച്ച് ഭക്ഷണം കഴിച്ചേ. ആ യൂണിഫോം വരെ മാറ്റാണ്ട് കടന്നുറങ്ങുന്ന ഉറക്കം നോക്കിയ ബാഗും ബുക്കും ഒന്നും എടുത്തെടുത്ത് വെക്കുക. എന്നാ ലോട്ടറി ടിക്കറ്റാ? ലോട്ടറി വാങ്ങിയത് 500, വിറ്റത് 650, ലാഭം 150. പഠിച്ചോനെ, എൻ്റെ മോന് ലോട്ടറി വിറ്റിട്ടാ സ്കൂളിൽ പോകുന്നത്. അത് എൻ്റെ മോന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നുണ്ട് എന്നാ ബീന പറഞ്ഞേ. മോനെ, ഞാൻ ഇതൊന്നും അറിയാണ്ട് നിന്നെ അടിച്ചു പോയല്ലോടാ മോനെ. എന്താ ഷൈന ഒരൊച്ചപ്പാടും ബഹളല്ലോ? ഒന്നുമില്ല റഫീഖ, നമ്മളെ മോൻ ചെയ്ത കാര്യം കണ്ട നിങ്ങള്. ഓൻ ലോട്ടറി വിറ്റിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഈ വീട്ടിലെ ദാരിദ്ര്യം കണ്ടിട്ട് ഓൻ ഇതാന്ന് ആ ബീന പറഞ്ഞിട്ടില്ലേ എന്നോട്, ഓന് ബസ് സ്റ്റാൻഡിൽ നിന്നെല്ലാം ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ഓന് ലോട്ടറി വിൽക്കുന്നതേനും. ഇതൊന്നും അറിയാണ്ട് ഞാൻ എൻ്റെ മോനെ അടിച്ചു പോയല്ലോ റഫീഖ. എനിക്ക് വിഷമമൊന്നുമില്ല അമ്മ. ഉപ്പാന്റെ ഈ കട ഒന്ന് തീരാൻ വേണ്ടിട്ട് ഞാൻ ലോട്ടറി വെക്കാൻ ഇറങ്ങിയതാ. നമുക്ക് ഫുഡ് എടുത്തരോ? സാരമില്ല റഫീഖ. റഫീഖ, ആരോ വിളിക്കുന്ന നമ്പറാ, സേവ് ഇല്ല. ഹലോ എടാ, നിന്നോടൊന്നും മര്യാദക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രായത്തിന് മൂത്താണെന്ന് ഞാൻ നോക്കത്തില്ലേ? മര്യാദക്ക് കാശ് കടാ. കമാലെ, ഞാന് നീ ഇങ്ങോട്ടൊന്നും അധികം ഉണ്ടാക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ എനിക്ക് ഉടനെ കിട്ടണം. അതെ, ഇനി വിളിയും പറച്ചിലൊന്നും ഇല്ലേ. നാളെ 10 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ എന്റെ പൈസ എന്റെ കയ്യിൽ കിട്ടണം. ഇല്ലെങ്കിലേ ഭാര്യയും മോളുമായിട്ടുള്ള പൊറുതി ഉണ്ടല്ലേ, അത് ഞാനങ്ങ് നിർത്തും. കമാലേ, കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനും അറിയാം. കേട്ടറാ കള്ള മോനെ. റഫീഖ, ഇനി ആരല്ല വിളിക്കാനുള്ളേ? ഇനി ആരല്ല നമ്മളെ ചീത്ത വിളിക്കാനുള്ളേ? നമുക്ക് എന്തായാലും ഈ കടമൊന്നും അങ്ങനെ കൊടുത്തു തീർക്കാൻ പറ്റൂല റഫീഖ. നമ്മളെ സഹായിക്കാൻ ആരാളേ? എന്തെങ്കിലും എടുത്ത് വിൽക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടോ നമുക്കിനി? നീ എന്താ പറഞ്ഞാലും ഷൈന, നമുക്ക് പോകാം റഫീഖ. എവിടത്തേക്ക്? നമുക്ക് പഠിച്ചവൻ്റെ അടുത്തേക്ക് പോകാം. ഷൈന, വേറെ എന്നാ നമ്മൾ ചെയ്യാ? ഇങ്ങനെ മാനം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? അഭിമാനമല്ലേ വലുത്. നമ്മൾ ദൂർത്തടിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ പൈസ ഒന്നും കളഞ്ഞിന്. അസുഖം വന്ന് ചികിത്സിച്ചിട്ടല്ലേ. ഇനി നമ്മളെന്ന് ചെയ്യാ? നമുക്ക് ഈ കടം തീർക്കാനൊന്നും ഇനി പറ്റൂല റഫീഖ. മോനോ? മോന
മോനെ നമുക്ക് കൊണ്ടുപോകാം റഫീഖ. നമ്മളില്ലാണ്ട് ഓനിക്ക് ജീവിക്കാൻ പറ്റൂല. എൻ്റെ കൈമ കിടക്കാണ്ട് ഓനിക്ക് ഉറക്കം വരൂല റഫീഖ. മിൽക്കുട്ടി, ആ ഇന്നത്തെ പത്രം ഒന്ന് എടുത്തേ മോളെ. ആ ദാ ആ, താങ്ക് യു. അതെ, പിന്നെ അച്ഛാ, നാളെ സ്കൂളിൽ IT ഫീസ് 100 രൂപ കൊടുക്കണം. 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 കൊടുക്ക്. എനിക്ക് ഇവിടുന്ന് പൈസ എന്റെ പേഴ്സിനകത്തുണ്ട്, പേഴ്സ് എടുത്തിട്ടാ. അതൊക്കെ ഞാൻ എപ്പോഴേ റെഡിയാക്കി വെച്ചു. അത്ര എടുത്തപ്പോ തന്നെ ഞാൻ റെഡിയാക്കി. എത്ര രൂപയാ? 100. 100. ഐസ്ക്രീം ഒന്നും വാങ്ങി കഴിച്ചേക്കരുത് കേട്ടാ. ഇല്ല. ഇർഫാൻ തന്ന ലോട്ടറി ആണല്ലോ. പാവം കുട്ടി, എത്ര നന്നായി കഴിഞ്ഞ കുടുംബമായിരുന്നു. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ വീട്ടുകാരെ ഏൽക്കേണ്ടി വന്നില്ലേ. ലോട്ടറി ഇട്ടിട്ടാ മാഷേ ഞാൻ മീൻ വാങ്ങിയത് എന്നവൻ അഭിമാനത്തോടുകൂടി പറയുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്താണ് റിസൾട്ട് നോക്കാം. എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടെങ്കിൽ അവന് അന്ന് കൊടുക്കണം. അത്രയ്ക്ക് കഷ്ടമാണ് അവൻ്റെ കളരി. കേരള സംസ്ഥാന ലഭിക്കും 80 ലക്ഷം. 80 ലക്ഷം എന്തായാലും ഇല്ല. 5 ലക്ഷം എടുത്തത്. 5 ലക്ഷം 694. 5 ലക്ഷം രൂപ. എടാ മോനെ, 5 ലക്ഷം രൂപ അടിച്ചടാ. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇപ്പൊ തന്നെ അവന്റെ പനി വിളിച്ച് പറയാം. റഫീഖ, ഇതാരോ വിളിക്കുന്ന നമ്പറാ. എടുക്കണ്ട, കടക്കാരായിരിക്കും. നമ്പർ മാറ്റി വിളിക്കുന്നേ, എടുക്കണ്ട. സന്തോഷാവനെ. സ്കൂളിൽ പോണ്ടേ? വേണ്ട മോനെ, എൻ്റെ മോൻ നാളെ മുതൽ സ്കൂളിൽ പോകണ്ട കേട്ടാ. പിന്നെ വിളിക്കുന്ന അടുത്തോക്കുപ്പ. വേണ്ട മോനെ, അള്ളാനോട് ദുആർക്ക്. ചീത്ത വിളിയും കേട്ടിട്ട് മരിക്കണ്ടല്ലോ മോനെ. ഫോൺ എടുക്കുന്നില്ലല്ലോ. വല്ല ഡ്രൈവിങ്ങിലോ മറ്റോ ആവും. ഒരു വോയിസ് മെസ്സേജ് അയക്കാം. മോനെ, ഉപ്പാക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ മോനെ. ഉപ്പാനോട് എൻ്റെ മോൻ പൊറുക്കണം കേട്ടോ. ഇല്ല റഫീഖ, ഞാൻ കൊടുക്കൂല. എൻ്റെ മോനിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ എന്നെ കൊണ്ടാവൂല റഫീഖ. ഞാനല്ലേ കടക്കാരൻ, ഞാൻ തന്നെ തരാം രണ്ടാൾക്കും. റഫീഖ, ഇർഫാന്റെ മാഷാണല്ലോ മെസ്സേജ് അയക്കുന്നത്. മാഷ, എടാ മക്കളെ, എടാ അടിച്ചടാ. എടാ 5 ലക്ഷം രൂപ അടിച്ചടാ. നീ തന്ന ലോട്ടറിക്ക് 5 ലക്ഷം രൂപ അടിച്ചു. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടടാ. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിന്റെ ഉപ്പാനെ ഞാൻ കുറെ വിളിച്ചു, കിട്ടുന്നില്ല. നീ നാളെ രാവിലെ സ്കൂളിൽ വരുമ്പോഴേ ഉപ്പാനെ കൂട്ടി വരണേ. നമുക്ക് നാളെ രാവിലെ നേരത്തെ ബാങ്കിൽ പോവാം, കാശെടുക്കാം കേട്ടോ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീരും. ഓക്കെ? ഉപ്പ, ഞാൻ വിറ്റ ലോട്ടറിക്കാവല്ലോ 5 ലക്ഷം റുപ്യ അടിച്ചത്. എൻ്റെ പൊന്നു മോനെ, നീ ഈ കുടുംബത്തിന്റെ മാനം കാത്തടാ. എൻ്റെ മുത്തേ, എൻ്റെ ഉപ്പാൻ്റെ മാനം നീ കാത്തല്ലോടാ. ഇപ്പൊ ഉപ്പാക്കും ഉമ്മാക്കും രണ്ടാമതൊരു ജന്മം നീ തരുന്നല്ലോടാ. നമുക്ക് കടയല്ല വീട്ടല്ലേ. അധ്വാനിക്കാണ്ട് കിട്ടുന്ന പൈസ ഏടി തികയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നല്ലോണം അധ്വാനിച്ചിട്ട് കിട്ടിയ പൈസ നമ്മൾ ചികിത്സക്കെല്ലാം ചെലവായത്. എൻ്റെ മോനെ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയത്. ഇത് നമുക്ക് അർഹതപ്പെട്ട തന്നെ.
നമ്മളെ കടയെല്ലാം വീട്ടിയിട്ട് ബാക്കിയുള്ള പൈസ നമുക്ക് ആ മാഷ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. വേണ്ട, ഈ സന്തോഷത്തിന് ഞങ്ങൾക്ക് ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ഒരു ടൂർ പോകണം. എന്നിട്ട് ബാക്കിയുള്ള പൈസ മാഷിന് കൊടുത്താൽ മതി.